ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയർ ഹോൾ ആണ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ 2 പ്രോഡക്റ്റുകൾ കാണിക്കുന്നത് നമ്മളെ താരൻ അകറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ താരൻ, മുടികൊഴിച്ചിൽ എന്നീ പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റുകൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ മാറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഹെയറിന് ഒട്ടും പിടിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ താരനും അതുപോലെ മുടികൊഴിച്ചിലുള്ളവർ അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ കൂടെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലുള്ള ഇതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഷാമ്പു ആയാലും ഹെയർ ഓയിൽ ആണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രോബ്ലംസിന് പറ്റിയത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളിലെല്ലാം ആമസോൺ ലിങ്ക്, മൈ ഹോൾ സ്റ്റോർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക്. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നോക്കാം. ഓരോ സമയത്ത് ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഫസ്റ്റ് വൺ വന്നിട്ട് വൗവിൻ്റെ ജിഞ്ചർ ഓയിൽ ആണ്. നമുക്കറിയാം, ജിഞ്ചർ ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. താരൻ അകറ്റാനായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള, ഒരു ദിവസം കൊണ്ട് തന്നെ താരൻ അകറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി. അപ്പം എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് ഇഞ്ചി എടുത്തിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ താരൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്. ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇഞ്ചി മാത്രമല്ല, ഇതിൻ്റെ കൂടെ റോസ്മേരി ഓയിൽ, ടീ ട്രീ ഓയിൽ, ബദാം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെ കുറേ കോമ്പിനേഷൻ ചേർന്നിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് വാങ്ങിയപ്പോൾ 300 റേഞ്ച് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില 200 ആ ഒരു റേഞ്ചിലാണ്. നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേറ്റർ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്പ് ഊരിയിട്ട് നമ്മളിത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ താരൻ്റെ ഇങ്ങനെ പൊറ്റ പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നതല്ലേ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും അത്രയും താരനുള്ളവർക്ക് വളരെ നല്ലതാണ്. നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ പകൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂർ നിൽക്കാൻ നേരമില്ലാത്തവർക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഒരുപാട് നിറകയിൽ വെക്കാതിരുന്നാൽ മതി. ഓവർനൈറ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് ഓയിൽ എടുക്കുന്നില്ലല്ലോ. ചെറിയ അളവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ താരന് നല്ല കൺട്രോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ താരനും മുടികൊഴിച്ചിലും മുടി തിന്നായിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്കെല്ലാം പറ്റിയിട്ടുള്ളതാണ് മാമാ എർത്തിന്റെ ആപ്പിൾ സിഡർ വിനിഗർ ഷാമ്പു ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുടികൊഴിച്ചിലും കാര്യങ്ങളും അല്ലെങ്കിൽ താരനൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഷാമ്പു ആണ്. അപ്പോൾ നമുക്കറിയാം, ആപ്പിൾ സിഡർ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ലോങ് ആൻഡ് ഷൈനി ഹെയറിന് പറ്റിയ ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പം ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്, അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എന്താണെങ്കിലും ഞാൻ ഇതൊന്നുകൂടി ഓർഡർ ചെയ്ത് വാങ്ങിക്കും. ഇത് 250 ml ആണ്. 300 റേഞ്ച്, 330 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിയ ബോട്ടിലും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷാമ്പൂ ഒക്കെ നമുക്ക് ഒരല്പം യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് വെള്ളത്തിൽ അപ്ലൈ ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യേണ്ടത്. മുടിയിലല്ല, സ്കാൽപ്പിലാണ് മെയിനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അലോവേര ജെല്ല്. ഇതും നമ്മുടെ മാമാ എർത്തിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഹെയറിനും സ്കിന്നിനും പറ്റിയ അലോവേര ജെല്ല് ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് 300 ml ബോട്ടിലാണ്. അപ്പോൾ കുറേ നാൾ ഇപ്പോൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ വേറെ ഹെയർ ക്രീംസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതാണല്ലോ, സേഫ് ആണല്ലോ നമ്മുടെ അലോവേര ജെല്ലാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കുറച്ചുകൂടി മര്യാദക്ക് ഇരിക്കും. കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് എപ്പോഴും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് 200 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ആൾസ് ഗുഡ്നസിന്റെ നൈറ്റ് ക്രീം ആണ്. നൈറ്റ് ക്രീമിന്റെ പ്രത്യേകത നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നൈറ്റിൽ നമ്മൾ ക്രീംസ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓക്കെ ആക്കാനായിട്ട്. ഡേയിലാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നൈറ്റ് ക്രീം ഇല്ലെങ്കിൽ ഡേ ക്രീം ഉപയോഗിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ നൈറ്റിൽ ജസ്റ്റ് അലോവേര ജെൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ വേറെ ഡേ ക്രീം എടുത്ത് ഉപയോഗിക്കരുത്. ഡ്രൈ സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്തോളൂ. അവരുടെ സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനും ഹെൽത്തി ആക്കാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഡെയിലി ഉപയോഗിക്കണം കേട്ടോ. ഇത് എന്നാലേ ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ്, പേൾ നെക്ലസ് ആണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ, ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് പേൾ നെക്ലസ് എന്ന് വേണമെങ്കിൽ പറയാം. സാരിയുടെ കൂടെ സൽവാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ
നല്ല അടിപൊളിയൊരു നെക്ലസ്സാണ്. പഴയ വെള്ളമുത്തിൻ്റെ മാലയില്ലേ അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു സ്റ്റൈൽ ആൻഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അറ്റത്ത് 2 മെറൂൺ കളറിലെ മുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 258 രൂപയാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത് 3 സെറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വൈറ്റ് കളറിലെ, ഇത് വേറൊരു നല്ലൊരു ലൈറ്റ് കളറാണ്, പിന്നെ ഒരു ഗ്രീൻ കളർ, ഇങ്ങനെ 3 മാസ്കാണ്. അപ്പോൾ അത് ഇട്ട് വെക്കാനായിട്ട് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ച് പോലെ കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. 200 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ, എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. അപ്പോൾ കോവിഡൊക്കെ കുറഞ്ഞെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കുറേ നാൾ കൂടി നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും മാസ്ക് വാങ്ങിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് യൂസ് ചെയ്യണം. ഇതിന് 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഹിമാലയ ഹെർബൽസിൻ്റെ കാതിലാണ്. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. ആയുർവേദം പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ കൺമഷി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് മുതലേ നമ്മൾ കൺമഷി ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം ഞാനിത് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത്. 3 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരെണ്ണം ഓൾറെഡി പൊട്ടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കൺമഷി. അടുത്തത് നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം. 3 എണ്ണം ആണ്, അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടാം, നമുക്ക് ഒന്നിച്ചിടാം. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ 76% ഓഫിനാണ് വാങ്ങിയത്. അതായത് ഒരു 200 രൂപ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും ആമസോണിലുണ്ട്. അപ്പോൾ എനിക്ക് ഈ കളറാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, യാത്രിയുടെ റെഡ് റോസ് പെർഫ്യൂംഡ് ടാൽക്കം പൗഡറാണ്. നമ്മൾ കുളി കഴിഞ്ഞൊക്കെ നമുക്ക് ശരീരത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഡിയോഡ്രൻറ്റ് എക്സ്ട്രാ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഒരു ഡിയോ മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു പൗഡറിൻ്റെ ഒരു പ്രത്യേകത. 200 രൂപ ആ ഒരു ഇതിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്തത് യാർഡിലെ റെഡ് റോസ് പെർഫ്യൂംഡ് ടാൽക്കം പൗഡറാണ്. ഇതിൻ്റെ റോസിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ ഡിയോഡ്രൻറ്റും ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഡിയോഡ്രൻറ്റ് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാൽക്കം പൗഡർ കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടി ഗുണം കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപ റേഞ്ചാണ്. ഇത് എല്ലാവരുടെയും കയ്യിലുള്ള മിക്കവാറും പേര് യൂസ് ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡിൻ്റെ ടാൽക്കം പൗഡറാണ്. അപ്പോൾ ഇത് ബൈജൻ്റെ ഹെയർ കളറാണ്. അപ്പോൾ ഇതിന് ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ആണുങ്ങൾക്കുള്ള ഹെയർ കളറാണ് കേട്ടോ. അപ്പോൾ ബൈജൻ സ്പീഡ് ഹെയർ കളർ എന്നാണ് ഇതിൻ്റെ പേര്. അമോണിയ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ കളറാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്രേ ഹെയറൊക്കെ ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് പല ഷെയ്ഡ് അവൈലബിൾ ആണ്. നാച്ചുറൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ബ്ലാക്ക്, അങ്ങനെ പല ഷെയ്ഡിലുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 300 റേഞ്ചാണ്, 376. ഇത് 10 മിനിറ്റ് കൊണ്ട് കളർ മാറി കിട്ടും. ഹെന്നൊക്കെ ഇടാനായിട്ട് മടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് 2 ക്രീം പോലെയാണ് വരുന്നത്. ആ ക്രീം രണ്ടും ഒരേ അളവിലെടുത്ത് നമ്മൾ ഈ ഒരു കോമ്പിൽ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിൽ ഇങ്ങനെ കോമ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ കളറ് ചേഞ്ച് ആയി കിട്ടും. അപ്പോൾ ഇത്രയല്ല നമ്മുടെ ഇന്നത്തെ ആമസോൺ ഹോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. മൈ ഹോൾസെയിലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിച്ച് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.